ആയിട്ട് ഒരു മീഷോ ഹോൾ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ ഹോൾ വീഡിയോയുടെ പർപ്പസ് നമുക്ക് കോളേജിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ഓഫീസിലൊക്കെ ഡെയിലി പോകുന്നവരാണെങ്കിൽ ഒരു ഡെയിലി വർക്ക് പറ്റിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു 7-8ഓളം പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇന്നാണ് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്കൊരു 2 or 3 പ്രൊഡക്ട്സുകൾ ഇനിയും വരാനുണ്ട്. ഞാൻ അത് നമുക്ക് ഷോർട്സ് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, ഞാനിപ്പോൾ ഒരു മിനി മീഷോ ഹോൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 1 മിനിറ്റ് നമുക്ക് ആ ഒരു വീഡിയോയില് പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു ലോങ് വീഡിയോ വ്യൂവേഴ്സിലേക്ക് എത്തുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ കുറച്ചുകൂടി അധികമായിട്ട് എത്തുന്നത് ഷോർട്സിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്ന ഡ്രസ്സുകൾ മേടിച്ചിട്ട് നമ്മൾ റിവ്യൂ പറയാം. പിന്നെ കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഈ ഒരു ഹോൾ സീരീസ് ഹോൾ വീഡിയോക്കൊക്കെ താഴത്ത്, അതായത് എക്സ്പെഷ്യൽ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉള്ളൊരു ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് റിവ്യൂ ചെയ്തിട്ട് പ്രൊഡക്റ്റ് തിരിച്ചയക്കുകയല്ലേ കേട്ടോ. എന്റെ വീഡിയോസ് എന്റെ ചാനലിൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ മേടിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾ എന്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ കാണാറുണ്ട്. ഞാൻ അങ്ങനെ ഡിഫക്റ്റ് ഉള്ളതും എനിക്ക് സൈസ് പറ്റാത്തതും മാത്രമേ റിട്ടേൺ ചെയ്യാറുള്ളൂ. അല്ലാത്തത് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ഔട്ട്ഫിറ്റ് ആയിട്ട് കാണാം. അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റുകൾ കാണാം. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 8 പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആണ്. 8 ഔട്ട്ഫിറ്റ് റിവ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. മോസ്റ്റ് ഓഫ് ഇത് കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഓഫീസ് പോകുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സസ് ആണ്. എല്ലാം 400 ബിലോ ആണ്. മീഷോയിൽ നമുക്ക് പ്രൊഡക്റ്റിന് എനിക്ക് അത്രമാത്രം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. നല്ലൊരു പ്രൊഡക്ട്സിലാണ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം. ആദ്യത്തെ പ്രൊഡക്റ്റ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയായിരുന്നു. അപ്പം ഇതാണ് ആ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു മിഡി ഡ്രസ്സാണ്. ഇത് ഇങ്ങനത്തെ ഇതൊരു പിങ്ക് ഷെയ്ഡില്, ഈ ഒരു പിങ്ക് ഷെയ്ഡില് എനിക്ക് ഡ്രസ് ഇല്ല. ഇതൊരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള ഒരു മിഡി ഡ്രസ്. നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് ഈ ഒരെണ്ണമാണ്. ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു മിഡി ഡ്രസ് ആട്ടോ ഇത്. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് കണ്ടില്ലേ, വി നെക്കാണ്. ബേക്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. സ്ലീവ്ലെസ് ആണ്, റയോൺ മെറ്റീരിയൽ ആണ്. 365 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിൽ ഏറ്റവും കഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ സ്മോളും അവൈലബിൾ ആയിരുന്നു. നൗ നമുക്ക് ലാർജ് തൊട്ടിട്ട് XXL വരെയാണ് ഇത് അവൈലബിൾ ഉള്ളത്. മേ ബി പെട്ടെന്ന് തന്നെ ഇത് സ്റ്റോക്ക് റെഡിയാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒരുപാട് കാലം ഞാൻ കാട്ടിലിട്ടിട്ട് ഇങ്ങനെ ഡൗട്ട്ഫുള്ളി മേടിക്കണോ വേണ്ടോ എന്നുള്ള ഇതിൽ വെച്ചിരുന്ന ഡ്രസ്സായിരുന്നു. ഇങ്ങനെ ഞാൻ ലാസ്റ്റ് മേടിക്കാം എന്ന് വിചാരിച്ച് മേടിച്ചാണ്. പക്ഷെ എനിക്ക് ആദ്യം ഒരു വലിയ ഡൗട്ടായിരുന്നു, ഈ ഡ്രസ്സ് അത്ര ഫ്രണ്ട് അവിടെ കുളിക്കുന്നുണ്ട്, അതുകൊണ്ട് വെള്ളം വീഴുന്നൊരു സൗണ്ട് ഉണ്ടാവും, നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. ദെൻ ഇങ്ങനെ കണ്ടില്ലേ, ഇതിലിങ്ങനെ ചെറിയ ഒരു 3 ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്ന ആംഗിൾ ലെങ്ത് ആട്ടോ ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ അതുപോലെയായിട്ട് നമ്മുടെ മിനി ഹോൾ സീരീസിലും ഞാൻ ഇത് വളരെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊരു 1 മിനിറ്റിൽ വരുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് കാണാം. ഈ ഫാഷൻ എനിക്ക് തോന്നുന്നു കൂടുതലും മേടിച്ചിട്ടുണ്ടായിരുന്നത് സ്ലീവ്ലെസ് ആണ്. കാരണം മോസ്റ്റ് ഓഫ് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്ലീവ്ലെസ് ഇടാനാണ് ഭയങ്കര താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ലീവ്ലെസ് ആണ് ഞാൻ കൂടുതലും മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കാണാം. ഇതാട്ടോ എന്റെ രണ്ടാമത്തേത്. ഇതൊരു കുർത്തിയാണ്. ഈ ഒരു കുർത്തി യെല്ലോ കളറിൽ വന്നിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഒരു കുർത്തി. എംബ്രോയിഡറി വർക്ക് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ലൈൻസ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലൊരു റെഡ്, ഗ്രീന്, ബ്ലൂവില് ലൈൻസ് വന്നിട്ടുണ്ട്. സ്ലീവ്ലെസ് ആണ്, റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇപ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കോട്ടൺ ആണ്. ഞാൻ സെലക്ട് ചെയ്ത സൈസ് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്മോൾ ആണ്. നല്ലതാ. സ്ലിറ്റ് ആണെങ്കിലും കറക്റ്റ് നമ്മുടെ ഈ ഒരു വേസ്റ്റിന്റെ അവിടെ ആയിട്ട് തന്നെ ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുർത്താസൊക്കെ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിനെക്കാട്ടിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ചൊന്ന് പൊടിക്ക് ലൂസായിട്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്ന് ശ്വാസം വിടാനും ഒന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം പിന്നെ ഇത് കുറച്ച് സീത്തു ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. കണ്ടില്ലേ, കുറച്ച് സീത്തു ആണ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഒന്ന് ഇടണം. ചില ആൾക്കാര് എന്താ പറയാ ബ്രാ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 238 ആണ്. ഇനി നമുക്ക് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് കാണാം കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് കുർത്താസ് ഒക്കെ ഇടുകയാണെങ്കിൽ. ഇതിനൊക്കെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പലാസോ ടൈപ്പ് ഇടാം, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫിറ്റ് ഇടാം, അല്ലെങ്കിൽ ആംഗിൾ ലെങ്ത്തിൽ വരുന്ന ലെഗിൻസ് ഇടാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുർത്ത സെറ്റാണ്. ഇതും സ്ലീവ്ലെസ് ആയിട്ടുള്ളതാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് അസ്ബി മലയാളം, തേജ തങ്കു, അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ ചാനലിൽ അവരിട്ടിട്ടുണ്ടായിരുന്ന ഒരു കുർത്ത സെറ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മേടിച്ചാണ്. ആദ്യം എനിക്കിത് കണ്ടപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു നൈറ്റി, അങ്ങനത്തെ ഒരു നൈറ്റ് ഡ്രസ്സ് പോലെ തോന്നി. സോ അപ്പൊ അതുകൊണ്ടാണ് മേടിക്കാതിരുന്നത്. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു രസമുണ്ടല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചു. അപ്പം ഇതതിന്റെ ടോപ്പാണ് വന്നിട്ടുള്ളത്. വീനെക്കാണ് വന്നിട്ടുള്ളത്. കോളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു കോളർ വന്നിട്ടുണ്ട്. ഈ ഒരു നെക്കിലായിട്ട് ലേസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ളതാണ്. ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ ആണ്. സ്ലീവ്ലെസ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ലൂസ് ആയിട്ടായിരുന്നു ഞാൻ തോന്നിയത്. പക്ഷെ കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. പിന്നെ ഒരു പോക്കറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പോക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓക്കെ, ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 346. എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. നല്ല ഭംഗിയാട്ടോ. നമ്മൾ ഇടുന്ന സമയത്താണെങ്കിൽ നല്ല രസമുണ്ട്. നമുക്കിത് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. സാധാരണ മീഷോന്ന് മേടിക്കുന്നതിന്റെ ആ സ്ലിറ്റ് അങ്ങോട്ടങ്ങാട്ട് ശരിയാകാറില്ല. പക്ഷെ ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതതിന്റെ ബോട്ടം വെയർ ആണ്. ബോട്ടത്തിന്റെ സൈഡ് സ്ട്രൈറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള പാൻസ് ആണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു ലേസ് ഡീറ്റെയിൽസ് നമ്മുടെ ടോപ്പിന്റെ നെക്ക് കൊടുത്ത പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ വേസ്റ്റിന്റെ കൂടെ ആയിട്ട് കറക്റ്റ് ഫിറ്റ് ആണ്. പിന്നെ ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മീഷോയിൽ ആദ്യമായിട്ടാണ് ഒരു സാരി ഓർഡർ ചെയ്തത്. ഇപ്പൊ ഓണമൊക്കെ അല്ലേ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഓണത്തിന് നമ്മൾ ഇപ്രാവശ്യം ഒരു ഡ്രസ്സും എടുക്കുന്നില്ല എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചപ്പോ എന്നാ പിന്നെ മീഷോയിലാകുമ്പോൾ റേറ്റ് കുറവായതുകൊണ്ട് ഒരു കേരള സാരി ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇത് കണ്ടപ്പോ എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നി. എനിക്കൊരു ഇഷ്ടപ്പെട്ടു. ഈ ഒരു ജുംക്ക ഡിസൈൻ വന്നിട്ടുള്ള ഇത് ലേസ് ആണ്. ഇന്നത്തെ ലേസ് ആണ് വന്നിട്ടുള്ളത്. നല്ല സാരിയാണ്. 200 രൂപയ്ക്കാണ് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ കൂട്ടത്തില് ബ്ലൗസ് പീസും വരുന്നുണ്ട്. ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ബ്ലൗസ് പീസും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ എനിക്ക് അത്ര ഒരു സുഖമുള്ളതായിട്ട് തോന്നിയില്ല. ഈ ഒരു മെറ്റീരിയൽ എനിക്ക് അത്ര സുഖമുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ ഇടുന്ന ലൈനിങ് പോലെ ഇരിക്കും. നല്ല സീ ത്രൂ ആയിട്ടുള്ളതാണ്. ദെൻ ഞാനിത് ഉടുത്തിട്ട് സൈഡിലായിട്ട് പിക്ക് കൊടുക്കുക. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 287 രൂപ കേട്ടോ. ഇതിന് വേണ്ടില്ല ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടെ കേരള ഒരു ലുക്കിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറ് സെലക്ട് ചെയ്തു എന്ന് മാത്രം കേട്ടോ. നല്ലതാണ്. ഇത് ചാന്തേരി സിൽക്ക് അങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ. ഇതെന്ന് പറയുന്നത് കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പാ നമ്മൾ ഉടുക്കണ സമയത്താണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ ഒരു സ്കേർട്ടായിട്ടും ഒരു ധാവണയായിട്ടും നമുക്ക് ഇത് വെച്ച് തന്നെ സെറ്റ് ചെയ്യാന്നാണ്. ഞാൻ സെറ്റ് ചെയ്തിട്ട് സൈഡിലായിട്ട് പിക്ക് കൊടുക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ ബ്ലൗസ് ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ മേ ബി ഈ വർഷം സ്റ്റിച്ച് ചെയ്യണമെന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്തത് കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുർത്തിയാണ്. നോർമൽ ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു നെക്കാണ്. ഈ ഒരു നെക്ക് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. ഇത് കണ്ടത് ഒരു കൈൻഡ് ഓഫ് വി നെക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു വി നെക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങി ഇവിടെ വരെ ഉണ്ടായിരുന്നു. സോ അപ്പൊ അതുകൊണ്ട് ഇതെനിക്ക് അത്ര രസമായി തോന്നിയില്ല. പിന്നെ കോട്ടൺ ആണ്. പിന്നെ അതിനകത്ത് ഞാനൊരു കമന്റ് ഇത് ഓർഡർ ചെയ്തതിന് ശേഷമാണ് കണ്ടത്. ഇത് വാഷ് ചെയ്ത ടൈമിൽ കളർ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അതിനു മുന്നേ ഇത് റിട്ടേൺ ചെയ്യാന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇതിന്റെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ നെക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ കുറച്ച് ബോഡി ഉള്ള ഒരാളാണെങ്കിൽ മേ ബി നല്ല രസം ഉണ്ടാകും. എന്തായാലും നിങ്ങൾ ബോഡി ഉള്ള ഒരാളാണെങ്കിലും ഇതൊന്നും ഇങ്ങനെ കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഈ ഒരു ഡ്രസ്സ് എന്തായാലും കേട്ടോ. കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത്. റേറ്റും അധികമൊന്നും ഇല്ല. റേറ്റ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാൻ എനിക്ക് ഓർമ്മയില്ല. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുർത്ത സെറ്റ് ആട്ടോ. ഇത് ഞാൻ റിട്ടേൺ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ സ്മോൾ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലാർജ് ആട്ടോ. അപ്പം ഇതൊരു കോട്ടൺ കുർത്ത സെറ്റ് ആണ്. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് കണ്ടില്ലേ, വി നെക്കാണ്. ഞാൻ മേടിച്ച എല്ലാ പ്രൊഡക്റ്റും ഓൾമോസ്റ്റ് വി നെക്ക് തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ നെക്കിന്റെ സൈഡിലായിട്ട് ഗോട്ടാപ്പട്ടി വർക്ക്സ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ലീവിലും വരുന്നുണ്ട്. 3/4 ആണ് സ്ലീവ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ സ്ലിറ്റ് കുറച്ചങ്ങ് താഴത്താണ് ഇരിക്കണേ. നമുക്ക് ആ ഒരു കറക്റ്റ് വേസ്റ്റിന്റെ അവിടെ അല്ല. പിന്നെ ഇതിനൊരു പാൻസും കൂടെ വരുന്നുണ്ട്. ഇത് സ്ട്രൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു പാൻസ് ആണ്.
സാധാ ഇലാസ്റ്റിക് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളതാണ്. ഇതിനും വേണമെങ്കിൽ ഒരു പോക്കറ്റ്സ് ഒക്കെ കൊടുക്കാം. പിന്നെ ഇതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 285 റുപ്പീസ് ആകാം. ഇത് എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആണ്. ഞാൻ ഓർഡർ ചെയ്തതും കറക്റ്റ് എക്സ്ട്രാ സ്മോൾ ആണ്, പക്ഷെ എനിക്ക് വന്നത് ലാർജ് ആട്ടോ. ഇത് കുറെ ആൾക്കാർ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഈ ഒരു ഷർട്ടാണ്. ഇത് മാത്രമല്ല ഇതിന്റെ ഒരു വേറെ കളറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലാർജ് ആട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ 2-3 ഷർട്ട് മേടിച്ചിട്ട് എനിക്ക് സൈസ് ക്ലിയർ ആകാണ്ട് പോയിട്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം കുറച്ച് ഓവർ സൈസിലായിട്ട് ഇരുന്നോട്ടെ വിചാരിച്ച് ലാർജ് ഓർഡർ ആക്കിയതാണ്. പക്ഷെ ഇത് അത്ര കണ്ടങ്ങനെ ഓവർ സൈസിലായിട്ടുള്ള ഷർട്ടല്ല. റേറ്റ് വരുന്നത് 165 ആണ്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ സിൽക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും സെയിം മെറ്റീരിയൽ ആണെങ്കിലും ഇവ രണ്ടും രണ്ട് രീതിയിലാണ്. ഒരു റെഗുലർ ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് കേട്ടോ, ഫുൾ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നല്ല രസമായിട്ട് ഫോർമൽ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇടാവുന്നതാണ്. 165 ആണ് റേറ്റ് വരുന്നത്. കുറച്ച് സീറ്റു ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഉള്ളില് ഇന്നർവേഴ്സ് എന്തായാലും ഇടുക. അടുത്തത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച്. ഇതൊരു പിങ്ക്, ദെൻ ഇത് ബ്ലാക്ക്. ഇതിന്റെ വൈറ്റ് ലാവൻഡർ അങ്ങനെയാണ്. ഈ ഒരു പിങ്ക് പിൻട്രസ്റ്റിൽ ഭയങ്കര വൈറലായിരുന്നു, അങ്ങനെ ഞാൻ മേടിച്ചാണ്. എഗൈൻ സെയിം റേറ്റ് ഞാൻ 165 ആണ്. സെയിം മെറ്റീരിയൽ ആണ്. ഇതിൽ പ്രത്യേകിച്ച് പോക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലാർജ് ആണ്. ഇതും നമുക്ക് എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് എക്സ്ട്രാ ലാർജ് വരെയാണ് പ്രൊഡക്ട്സിന്റെ സൈസ് ചാർട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഈ പ്രാവശ്യം നമ്മൾ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ 400 ബിലോയിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ കൂടുതൽ മീഷോ ഹോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൊഡക്ട്സുകളും കൂടുതൽ റിവ്യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും